ഇപ്പോൾ UAE-യിലേക്കൊക്കെ ആണെങ്കിൽ ജോലി തേടി വരുന്ന ആൾക്കാരുടെ വിസിറ്റിംഗ് വിസക്കാരുടെ എണ്ണം കൂടി വരുന്ന സമയമാണ്, നല്ല സീസണായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കയറി വരുമ്പോൾ പലരും ചോദിക്കുന്ന സംശയമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വിസിറ്റിംഗ് വിസ 2 മാസത്തെ വിസിറ്റിംഗ് വിസയോ അതിൽ ജോബ് സീക്കർ വിസയൊക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 മാസത്തേക്ക് വിസ തന്നാൽ ഞങ്ങൾക്ക് ഈ 2 മാസം കൊണ്ട് എത്ര രൂപ എക്സ്പെൻസ് ആവും. പല ഏജൻസികളും നല്ല ലക്ഷങ്ങളൊക്കെ ഓഫർ ചെയ്ത് റൂം അക്കോമഡേഷൻ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പല ഏജൻസികളൊക്കെ ലക്ഷങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്രയും രൂപ നമുക്കിവിടെ ചിലവ് വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒരു UAE-യിലേക്ക് ജോലി തേടി വരുന്നവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നോ നാലോ കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ വിസ പ്രോസസ്സിങ്ങിനും എല്ലാം കൂടി വരുന്ന ഒരു എക്സ്പെൻസാണ്. അത് നമ്മൾ ഒന്നിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മുടക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ വരുന്ന ഇവിടെ വന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ റൂം വേണം, റൂമിൻ്റെ എക്സ്പെൻസാണ്. അക്കോമഡേഷൻ്റെ എക്സ്പെൻസാണ് ഒന്നാമത്തെ എക്സ്പെൻസായി വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ എക്സ്പെൻസായി വരുന്നത് ഫുഡാണ്. ഫുഡിൻ്റെ എക്സ്പെൻസാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്നത്. പിന്നെയുള്ളത് ട്രാൻസ്പോർട്ടേഷനാണ്. അതായത് നമുക്ക് ജോലി തേടി പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സ്പെൻസാണ് നമുക്ക് മെയിനായിട്ട്. ഇങ്ങനെ 3 എണ്ണമാണ് നമുക്കിവിടെ UAE-യിൽ വന്നു കഴിഞ്ഞാലുള്ള മെയിനായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അല്ലാതെ ചില്ലറ എക്സ്പെൻസൊക്കെ ഉണ്ട്. നമുക്ക് സൂപ്പ് ചീപ്പ് കണ്ണാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില്ലറ എക്സ്പെൻസ് ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സ്പെൻസായ റൂമിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 500 ദറംസ് തൊട്ട് 600 ദറംസ് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അതിൽ കുറഞ്ഞ റൂമൊക്കെ നമുക്കിവിടെ കിട്ടും. അതായത് ഒരു ഇടുങ്ങിയ റൂമിൽ ഒത്തിരി പേരൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് ഏരിയയിലൊക്കെ ഒത്തിരി പേര് താമസിക്കുമ്പോൾ അതിന് റെൻറ്റ് കുറയും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉള്ളേരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂം റെൻറ്റ് കുറയും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളൊരു റൂം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് ഈസി ആക്സസ് കിട്ടുന്ന, അതായത് എല്ലാ സ്ഥലത്തേക്കും ഈസി ആയിട്ട് ആക്സസ് കിട്ടുന്ന പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ അത്യാവശ്യം നമ്മൾ ടാക്സിയൊക്കെ വിളിച്ച് മറ്റു സ്ഥലത്തേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് ലാഭം നോക്കിക്കഴിഞ്ഞാൽ ഉള്ളേരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസീവായിട്ട് വരും. അപ്പോൾ ടോട്ടൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പ് അങ്ങനെയുള്ള ഇതിൻ്റെ അടുത്തൊക്കെ റൂം ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തേക്കും ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്ന ഏരിയകളാണ്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ മെട്രോയും ആണെങ്കിൽ ബസ് സർവീസൊക്കെ ആണെങ്കിൽ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക റൂം എടുക്കുമ്പോൾ. ഇപ്പം ദുബായിലേക്കൊക്കെ ഒരാൾ വരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അൽ ഖറാമ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ബർദുബായ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡേറ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ആണെങ്കിലും അൽ ഖറാമയിലാണ് ADCB മെട്രോ സ്റ്റേഷൻ, ഡേറയിലും ബർദുബായിലൊക്കെ മെട്രോ സ്റ്റേഷനും ബസ് സർവീസുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവയൊക്കെയാണെങ്കിൽ അത്യാവശ്യം ചീപ്പ് റേറ്റിനും അക്കോമഡേഷനും കിട്ടും. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് കിട്ടുന്ന സ്ഥലങ്ങളാണിവ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ അക്കോമഡേഷൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ പറഞ്ഞു. അത് 500 മുതൽ 600 ദറംസ് വരെ. പിന്നെ നിങ്ങൾക്ക് അതിലും കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ വേണമെങ്കിൽ കൂടിയത് 1000 വരെ വരുന്ന രീതിയിലേക്കൊക്കെ പോകും. ബെഡ് സ്പേസിനാണ് ഞാൻ പറഞ്ഞത്, റൂമിനല്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്ന എക്സ്പെൻസ് പറഞ്ഞാൽ ഫുഡാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം പാചകമൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് നമുക്ക് വളരെ കുറയ്ക്കാൻ സാധിക്കും. അതായത് സ്വന്തമായിട്ട് വെച്ച് കഴിക്കുകയാണ്. അതായത് ഇവിടെ UAE എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ എല്ലാ റൂമുകളിലും തന്നെ ഫ്രീ വൈഫൈയും ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലയിടത്ത് മാത്രമേ ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതും അത്രയും വലിയ നമ്മളിപ്പോൾ ഷെയർ ആയിട്ട് ഒരു റൂമിൽ ഷെയർ ചെയ്തെടുക്കുമ്പോൾ അതിന് മാത്രം വലിയ എക്സ്പെൻസായിട്ട് അത് വരുന്നില്ല ഗ്യാസിൻ്റെ ഗ്യാസ്. അപ്പോൾ നിങ്ങൾ ഫുഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ ഒത്തിരി പേരുണ്ട്, അപ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് വളരെയധികം നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ഏകദേശം 200 മുതൽ 250 ദറംസ് മാത്രമേ നിങ്ങൾക്ക് മാക്സിമം ഒരു ഫുഡ് ഉണ്ടാക്കി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ചിലവ് വരുന്നുള്ളൂ. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലുകളെ ഒന്നും ആശ്രയിക്കാൻ പോകരുത്. ഹോട്ടലുകളൊക്കെ നിങ്ങൾ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം 400 മുതൽ 500 ദറംസൊക്കെ വരെ വരും ഫുഡിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ നമുക്ക് ഒരു 300-350 ദറംസ് 400 ഒക്കെ മാക്സിമം വരുന്ന രീതിയിൽ മെസ് സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. മലയാളി മെസ് സർവീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ ഫുഡ് നിങ്ങൾക്ക് 3 നേരം ഫുഡ് അവർ എത്തിച്ചു തരും. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക മെസ് സർവീസുകൾ. ഹോട്ടൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എക്സ്പെൻസാണ്. നിങ്ങളുടെ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ് നമുക്കൊരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു 600
ഒരു 300 ആവറേജ് നമുക്ക് എടുക്കാം. അപ്പം 900 രൂപയാണ് നമുക്ക് ഫുഡിനും അക്കോമഡേഷനൊക്കെ ആയിട്ട് ആവറേജ് വരുന്നത്. പിന്നെ വരുന്ന ട്രാൻസ്പോർട്ടേഷനാണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോൾ കാർഡ് നിങ്ങൾ മേടിക്കുകയാണ്, അത്യാവശ്യമായിട്ട് നിങ്ങൾ എടുക്കണം. അതിന് ഒരു 15 ദിർഹംസ് കൊടുത്താൽ നിങ്ങൾക്ക് മെട്രോ സ്റ്റേഷനിൽ നോൾ കാർഡ് ലഭിക്കും. ആ നോൾ കാർഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾക്ക് ബസ്സിന് RTയുടെ ബസ് സർവീസിലാണെങ്കിലും മെട്രോ സർവീസ് ആണെങ്കിലും ഈവൻ നിങ്ങൾക്ക് ടാക്സിയിൽ പോലും നിങ്ങൾക്ക് ഈ നോൾ കാർഡ് വെച്ച് പേ ചെയ്യാൻ സാധിക്കും. ആ നോൾ കാർഡൊക്കെ ഒരുപാട് ഓഫറുണ്ട്. മന്ത്ലി ഓക്കെ ഇത്ര രൂപ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ടോട്ടലി ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാമെന്നൊക്കെ രീതിയിൽ മെട്രോയിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഓഫറുകളൊക്കെ നോക്കി നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ എടുക്കുക, അങ്ങനെ ഓഫറുള്ള പ്ലാൻ എടുക്കുക. അതുപോലെ മെട്രോ കാർഡ് ചാർജ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകാനായിട്ട് ഒരു മാസം നമുക്കൊരു 100 ദിർഹംസ് മാറ്റി വയ്ക്കാം. ടാക്സി എല്ലാം കൂടി കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പല സ്ഥലത്തേക്ക് പോകേണ്ട, എല്ലാ ഇൻ്റർവ്യൂന്നും ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കില്ല, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഒക്കെ വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒരു 100 ദിർഹംസ് മാറ്റി. അപ്പം നിങ്ങളുടെ 3 കാര്യത്തിനൂടെ ചിലവ് ഏകദേശം 1000 ദിർഹംസ് ആയിട്ട് വരും നമുക്ക്. പിന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യണം. പലരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെട്രോ സ്റ്റേഷനൊക്കെ വന്ന് നിന്നിട്ട് നമുക്ക് സ്ഥലം അറിയില്ലെങ്കിൽ വിളിച്ചൊക്കെ ചോദിച്ചൊക്കെ പോകേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു 50 ദിർഹംസ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. പിന്നെ സോപ്പ്, ചീപ്പ്, കണ്ണാടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു 50 ദിർഹംസ് കൂടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം 1100 ദിർഹംസാണ് ഏകദേശം ഒരു ആവറേജ്. അതിൽ കൂടാതെ നിങ്ങൾ സിഗരറ്റ് വലി മദ്യപാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ട് വരും എമൗണ്ട്. ഞാൻ പറയും ഒരു ആവറേജ് ശരാശരിക്കാരനെ പറ്റി ഒരു ചിലവ് ചുരുങ്ങിയ രീതിയിൽ ജോലി തേടി വരുന്നവരൊക്കെ ഉള്ള ഒരു എക്സ്പെൻസാണ് പറഞ്ഞത്. നമുക്കൊരു ആവറേജ് 1100 ദിർഹംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മന്ത്ലി. അപ്പോൾ നിങ്ങൾ 2 മാസം വിസ എടുത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസ് പറഞ്ഞാൽ ഏകദേശം 2200 ദിർഹംസിൻ്റെ അടുത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള മണി നിങ്ങൾ കയ്യിൽ കരുതിയിട്ടേ ഇങ്ങോട്ട് വരാവുള്ളൂ. പിന്നെ നിങ്ങൾ ജോലി തേടി പോകും, നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്ന് മുതൽ ലിങ്ക്ഡിൻ പോലുള്ള ഇൻഡീഡ് പോലുള്ള ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. അത് വന്നാലേ നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഈ ഇൻ്റർവ്യൂ ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അടുത്തൊക്കെ റൂം ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പെൻസ് വീണ്ടും കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി ജോലി തണ്ടി തരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളാരും റൂമിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ നിങ്ങൾ തന്നെ ജോലിക്ക് വേണ്ടി നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾ മെനക്കെട്ട് ഇറങ്ങണം. പലരും വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ AC-ലൊക്കെ സുഖമായിട്ടൊക്കെ കിടന്നങ്ങ് ഉറങ്ങും. ഒരു 10-11 മണിക്ക് വരെയൊക്കെ എല്ലാവരും വന്ന് കിടന്നങ്ങ് ഉറങ്ങും. ഉറങ്ങിയിട്ട് പിന്നെയുള്ള സമയങ്ങളാണ് പലരും ജോബ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടൈമാണ്. അതായത് ഒരു കമ്പനി ഓപ്പണായി വരുന്ന പറയുമ്പോൾ ഒരു 9 to 10 എന്നുള്ള ടൈമിൽ ആ സമയത്തൊക്കെ നമ്മൾ മാക്സിമം എല്ലാ കമ്പനികളിലേക്കൊക്കെ മെയിൽ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൽ ഏറ്റവും ടോപ്പിൽ വന്ന് കിടക്കും. ആ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു റിക്രൂട്ടറെ സംബന്ധിച്ച് എല്ലാ മെയിലുകളും ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിളായ കാര്യമല്ല. അതിനൊക്കെ അവർക്ക് പലതരം അൽഗോരിതങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സമയത്തൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൽ ടോപ്പിലും വന്ന് കിടക്കും. അതുപോലെ പല കമ്പനിയിൽ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ATS ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചാണ് സോർട്ട് ചെയ്യുന്ന CV ഒക്കെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം UAE നിങ്ങൾ ജോലി സെർച്ച് ചെയ്താൽ വരേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.